ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ കമ്പനിയിൽ നിന്ന് എല്ലാവരും കൂടെ പൈസയും സ്വർണ്ണമൊക്കെ ഇട്ട് ഒരുവിധം പൈസ ആയതായിരുന്നു. ആ സമയത്താണ് കരിനാഗം പറയണത്, ഈ പരിപാടി ഇവിടെ നടക്കില്ല, ഇവിടെ നിന്ന് പൈസ പിരിക്കാൻ പറ്റില്ല എന്ന് പറയാണ്. പ്രിയം പറയുന്നുണ്ട്, ശരി ഇവിടെ നിന്ന് പിരിക്കാനല്ലേ പറ്റാത്തത്, പുറത്തു പോയിട്ട് ഞങ്ങൾ പിരിച്ചോളാം എന്ന് പറയുമ്പോൾ പറ്റില്ല, ഇവിടെ നിന്ന് ഒരു സ്റ്റാഫിന്റെ കയ്യിൽ നിന്ന് 10 പൈസ പോലെ പിരിവ് മേടിക്കാൻ സമ്മതിക്കില്ല, അല്ലെങ്കിൽ തന്നെ ഇവരുടെ പേരിൽ ഒരുപാട് പരാതിയും കേസുണ്ട്, കമ്പനിക്ക് തന്നെ നാണക്കേടാണ്. അറിയാലോ നന്ദന്റെ കേസ്, അതുപോലത്തെ കേസൊക്കെ പെട്ട് കഴിഞ്ഞാലേ കമ്പനിക്ക് ആ നാണക്കേട്. അതുകൊണ്ട് ഇങ്ങനത്തെ പരിപാടി ഇവിടെ നടക്കില്ലെന്ന് പറയുമ്പോൾ പാർവതിക്ക് വരാത്ത വിഷമമാണ്. പാർവതി അവിടെ നിന്ന് സാരില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെയും പൈസയും സ്വർണ്ണമൊക്കെ കൊടുത്തതിന് ശേഷം അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി പോട്ടെ. മോഹനൻ പ്രിയനോട് പറയണ്ടോ, എന്തൊരു കഷ്ടമാണല്ലേ, എങ്ങനെയെങ്കിലൊക്കെ ആ പാവം പെൺകുട്ടിക്ക് പൈസയൊക്കെ ഒന്ന് ഓക്കെ ആക്കി കൊടുത്തതായിരുന്നു. ആ സമയത്താണ് ആ കരിനാഗം സാധനം ഇവിടേക്ക് വന്നത്. അതോടുകൂടി എല്ലാം പോയു. ഇന്ന് ഗോൾഡും ആ പണവും ഒക്കെ കൂട്ടി വെച്ചാൽ എന്തായാലും 6-7 ലക്ഷം രൂപ കിട്ടിയാനെ ബാക്കി 3 ലക്ഷം രൂപ സുഖമായിട്ട് ഉണ്ടാക്കായിരുന്നു. ആ ഒരു മാർഗ്ഗമാണ് ആ കരിനാഗൻ നശിപ്പിച്ച് കളഞ്ഞത് എന്നൊക്കെ പറഞ്ഞ പ്രിയനും നമ്മുടെ മോഹനൊക്കെ ഭയങ്കര ദേഷ്യമാവാട്ടോ. അതേസമയം നമ്മുടെ കൈലാസ് ആണെങ്കിൽ ഒരു പുതിയ കാറ് മേടിക്കാൻ വേണ്ടി അഡ്വാൻസിന്റെ ഇതിൽ ഒരു ചെക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ചെക്ക് ബൗൺസ് ആയെന്ന് പറഞ്ഞിട്ട് ബാങ്കിലെ ആള് വന്ന് കൈലാസിനോട് പറയുന്നുണ്ട്, സാർ തന്ന ചെക്ക് ബൗൺസ് ആയി പോയെന്ന് പറയാണ്. അപ്പൊ കൈലാസ് പറയുന്നുണ്ട്, ഞാൻ തന്ന ചെക്ക് ബൗൺസ് ആവാനോ, ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല, നിങ്ങൾക്ക് തെറ്റുപറ്റിയതായിരിക്കും എന്ന് പറയുമ്പോൾ, ഇല്ല സർ, സാറിന്റെ ചെക്ക് തന്നെയാണ് ബൗൺസ് അയക്കണത് എന്ന് പറഞ്ഞിട്ട് ആ ചെക്കായിട്ട് കൊടുക്കുകയാണ്. അത് കാണുമ്പോൾ കൈലാസ് ആകെ ഞെട്ടിപ്പോവാണ്. തന്റെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. അത് കാണുമ്പോൾ കൈലാസിന് ഏറെ കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടോ. കൈലാസ് അപ്പൊ തന്നെ, നിങ്ങൾ പോയിക്കോളൂ, ഞാൻ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ആ കാറിന്റെ ഷോറൂമിൽ ആളോട് പറഞ്ഞേക്കാണ്. ശേഷം വേഗം തന്നെ നമ്മുടെ ഡാഡിയുടെ അടുത്തേക്ക് പോകണ്ട്. ഡാഡി എന്താ ഇത് എന്ന് പറഞ്ഞിട്ട് ചെക്ക് കൊടുക്കുകയാണ്. ഇതെന്താന്ന് ചോദിക്കുമ്പോഴേക്കും, ഞാൻ പുതിയൊരു കാർ വാങ്ങാൻ വേണ്ടി ചെക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിപ്പോ ബൗൺസ് ആയെന്ന് പറഞ്ഞ് കാറിന്റെ ആള് വന്നിട്ടുണ്ടെന്ന്, ഞാൻ നാണം കെട്ടുപോയി. ഡാഡിയാണോ എന്റെ അക്കൗണ്ട്, എന്റെ ഇൻഡിവിജ്വൽ അക്കൗണ്ട് ഇപ്പോ നമ്മുടെ രണ്ടുപേരുടെ പേരിലുള്ള അക്കൗണ്ട് ആക്കി മാറ്റിയത് എന്തിനാണെന്ന് ചോദിക്കുകയാണ്. അത് വേറൊന്നുമല്ല, നീ സ്വന്തമായിട്ട് അക്കൗണ്ട് ഒക്കെ ക്യാരി ചെയ്യാനായിട്ടില്ല എന്ന് തോന്നി, അതുകൊണ്ടിട്ടാണ്. ഡാഡി ഇത് കുറച്ച് മോശമാണ് കേട്ടോ, എനിക്കൊരു 10 പൈസ ചെലവാക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡാഡിയുടെ അനുവാദം ചോദിക്കേണ്ട അവസ്ഥയായല്ലോ. ഇതിപ്പോ കമ്പനി, ഞാൻ എല്ലാ ദിവസവും കമ്പനി പോവാറുണ്ട്, പക്ഷെ ഞാനായിട്ടൊരു സാലറി എന്ന് പറഞ്ഞിട്ട് എന്റെ അക്കൗണ്ടിലേക്ക് ഇടാറില്ല. ഡാഡി തന്നെയാണ് എന്റെ അക്കൗണ്ടിലേക്ക് മാസം മാസം ഒരു തുക ഇടുന്നത്, ഞാൻ അതിന് ഒന്നും പറയാറുമില്ല. ആ തുക പോലും എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല, എന്താ ചെയ്യുക എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ കൈലാസിന്റെ ഫാദർ പറയുന്നുണ്ട്, ഒരിക്കലും ഇനിയിപ്പോ കുറച്ചു നാളത്തേക്ക് ഇങ്ങനെയൊക്കെ പോകാൻ പറ്റുള്ളൂ, ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടിട്ടാണ് പറയാണ്. അപ്പോഴും കൈലാസിന്റെ കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നുണ്ട്. വേറൊന്നുമല്ല, പാർവതിക്ക് എങ്ങനെ കൈലാസിനോട് 10 ലക്ഷം രൂപ ചോദിച്ചു കഴിഞ്ഞാൽ കൈലാസ് ആ 10 ലക്ഷം രൂപ എടുത്തു കൊടുക്കും എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തിട്ട് ഒരു അടിയും അമ്മയും കൂടിയിട്ട്. കൈലാസിനാണെങ്കിൽ ആകെ ദേഷ്യം വരാണ്. കൈലാസ് പറയുന്നുണ്ട്, ഓഹോ, അപ്പൊ നിങ്ങളുടെ തീരുമാനത്തിനനുസരിച്ച് പോവാണല്ലേ, എങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം, ഇനി എനിക്ക് നിങ്ങളുടെ ഒരു രൂപയും വേണ്ട, 10 പൈസയും വേണ്ട, ഒന്നും വേണ്ട, കമ്പനിയും വേണ്ട, പൊസിഷനും വേണ്ട, മാനേജറും അല്ല, ഒന്നുമല്ല, ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോകാന്ന് പറയാണ്. കൈലാസെ, നീ എന്തായി കാണിക്കണമെന്ന് നമ്മുടെ ഫാദർ ചോദിക്കുമ്പോൾ കൈലാസ് പറഞ്ഞ, അതെ, എനിക്ക് ഇവിടെ നിന്ന് മടുത്തു, എന്തിനാ ഇങ്ങനെ ജീവിച്ചിട്ട് ഒരു സ്വാതന്ത്ര്യവും ഇല്ല, ഒരു അനുവാദവും ഇല്ല, ആകെപ്പാടെ തലക്ക് വട്ടുപിടിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെയല്ലേ ഞാൻ ഇത്രയും വർഷം ജീവിച്ചത്, എന്നിട്ട് എൻ്റെ ഒരു ഇഷ്ടത്തിന് അറിയാതെ ഞാനൊന്ന് പറഞ്ഞപ്പോഴേക്കും നിങ്ങൾക്ക് അത് പിടിച്ചില്ല, അതിന്റെ പേരിൽ എന്നെ എത്രമാത്രം നിങ്ങൾ ക്രൂശിക്കണത്, എനിക്ക് ഇനി ഇങ്ങനെ ജീവിക്കാൻ പറ്റില്ല, ഇതിനേക്കാളും നല്ലത് തെരുവിൽ പോയി പിച്ചെടുക്കണതാണ്, സന്തോഷത്തിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യാം, അല്ല 10 പൈസ ചെലവാക്കുന്ന ആളുടെ അനുവാദം ചോദിക്കണ്ടല്ലോ എന്നൊക്കെ പണ്ട് കൈലാസ് അവിടെ നിന്ന് ഇറങ്ങി ദേഷ്യത്തിൽ പോകുവാട്ടോ. പക്ഷെ ആ വണ്ടി വണ്ടി എടുക്കുന്നില്ല, വണ്ടിയൊന്നുമില്ല, അത് നടന്ന് അങ്ങോട്ട് പോവാണ്. കൈലാസ് ശേഷം ഒരു ഓട്ടോക്ക് കൈ കാണിച്ചിട്ട് ഓട്ടോ കയറി നമ്മുടെ കൈലാസ് നേരെ പോണത് ഭൂമിക മേഡത്തിന്റെ അടുത്തേക്കാട്ടോ. അപ്പൊ ഭൂമികയുടെ ഫ്ലാറ്റ് നമ്മുടെ വാർഡിൽ എവിടെ എത്തുമ്പോഴേക്കും, ഹോസ്റ്റലിൽ എത്തുമ്പോഴേക്കും ഭൂമിക നോക്കുമ്പോഴേക്കും നമ്മുടെ കൈലാസ് ഓട്ടോയിലായിട്ട് വന്നിരിക്കുന്നത്. അല്ല കൈലാസ് എന്താ ഈ ഓട്ടോയിലൊക്കെ എന്ന് പറയുമ്പോഴേക്കും, അതൊന്നുമില്ല മാഡം, അല്ല എന്തോ പ്രശ്നമുണ്ടല്ലോ, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴേക്കും, ഒന്നും പറയണ്ട, വീട്ടിൽ പല പ്രശ്നങ്ങളുണ്ട്, എന്ത് പറ്റി എന്ന് ഭൂമിക ചോദിക്കുമ്പോൾ കൈലാസ് പറയുന്നുണ്ട്, ഇന്ന് രാവിലെ എന്നെ അന്വേഷിച്ചൊരു കാർ ഷോറൂമിൽ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു, ഒരു കാർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മാഡം, ആ കാറിന്റെ ചെക്ക് കൊടുത്തിട്ടുണ്ട്, ബൗൺസ് ആയെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. ഞാൻ അതിനോട് ഡാഡിനെ കുറിച്ച് ചോദിച്ചപ്പോൾ, ഡാഡി എൻ്റെ ഇൻഡിവിജ്വൽ അക്കൗണ്ട് ഇപ്പൊ ഡാഡിയായിട്ട് ലിങ്ക് ചെയ്തിരിക്കുക, ഇനി എനിക്ക് 10 പൈസ ചെലവാക്കണമെങ്കിൽ ഡാഡിയുടെ അനുവാദം വേണ്ടേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അല്ല നിന്റെ ഡാഡി എന്താ ഇപ്പൊ അങ്ങനെ ചെയ്യാൻ എന്ന് ഭൂമിക ചോദിക്കുമ്പോൾ, എനിക്കറിയില്ല, എന്താ ഡാഡിയുടെ പ്രശ്നമൊന്നും എനിക്കറിയില്ല എന്നൊക്കെ കൈലാസ് പറയുന്നുണ്ട്. ഭൂമികക്ക് കാര്യം മനസ്സിലായി. 10 ലക്ഷം രൂപ പാർവതിക്ക് എടുത്ത് കൊടുക്കുക എന്നുള്ള പേടി കൊണ്ടിട്ടാണ് നമ്മുടെ കൈലാസിന്റെ ഫാദർ അങ്ങനത്തെ ഒരു നീക്കം ചെയ്തെന്നുള്ള കാര്യം നമ്മുടെ ഭൂമികക്ക് മനസ്സിലായി. പക്ഷെ ഭൂമിക ആ കാര്യം കൈലാസിനോട് പറയണമൊന്നുമില്ല കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത്
പ്രിയനാണെങ്കിൽ കുറെ നേരം ആലോചന ശേഷം മോഹനം പറയുന്നുണ്ട്, എടാ പ്രിയ, ഇനി 10 ലക്ഷം രൂപ കിട്ടാൻ എന്താടാ വഴിയെന്ന് ചോദിക്കുമ്പോൾ, അത് ബാങ്കിൽ വല്ല ലോണിന് അപ്ലൈ ചെയ്താലോ? ലോണ് നീ ഒന്ന് ചോദിച്ചു നോക്ക്. എന്തായാലും പാർവതിക്ക് ലോണ് കിട്ടാൻ ചാൻസ് ഒന്നുമില്ല, നീ ഒന്ന് പോയി ചോദിക്കുക എന്ന് പറയാണ്. പാർവതിനെയും കൂട്ടിക്കൊന്ന് പറയുന്നുണ്ട്. അങ്ങനെ പാർവതിയും പ്രിയനും കൂടി അടുത്തുള്ള ഒരു ബാങ്കിലേക്ക് പോവാണ്. എന്തെങ്കിലും വഴിയുണ്ടോ, ഇങ്ങനെ 10 ലക്ഷം രൂപ ലോൺ കിട്ടാണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു വഴിയുണ്ടോ എന്ന് അറിയാനായിട്ട്. അങ്ങനെ ബാങ്കിലെ മാനേജറിനെ കണ്ട് സംസാരിക്കുമ്പോൾ ബാങ്ക് മാനേജർ പറയുന്നുണ്ട്, 10 ലക്ഷം രൂപ 20 ലക്ഷം രൂപ എത്ര വേണമെങ്കിലും തരാം, പക്ഷെ അതിനൊരു ഈട് വേണം എന്ന് പറയാണ്. അപ്പോ പ്രിയം പറഞ്ഞിട്ട്, ഈടെന്ന് ഉദ്ദേശിക്കുന്നത് അല്ല, നമുക്കൊരു ഉറപ്പ് വേണമല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് ഞങ്ങളൊരു 10 ലക്ഷം രൂപയോ 20 ലക്ഷം രൂപ തരാണ്, പക്ഷെ ആ പൈസ നിങ്ങൾ ഞങ്ങൾക്ക് തിരിച്ചു തരും എന്ന് ഉറപ്പുള്ളതിന് ഒരു ഈട് വേണം, അതാണ് ഉദ്ദേശിക്കുന്നത്. അല്ല സാറ് ഈടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അത് എന്തെങ്കിലും ആവാം, നിങ്ങളുടെ വീടിന്റെ ആധാരം ആകാം, അല്ലെങ്കിൽ പറമ്പിന്റെ ആധാരം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആധാരമോ മുദ്രപത്രമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അതിന്റെ എന്തെങ്കിലുമൊക്കെ മതി എന്നൊക്കെ പറയണം. അപ്പോ പാർവതി പറഞ്ഞു, അയ്യോ എന്റെ വീട് ഓൾറെഡി ഇതിൽ പണയത്തിലിരിക്കുകയാണ്, അത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്നത്. അപ്പൊ വീടിന്റെ ആധാരമൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോ എന്താ പ്രിയം ചേട്ടാ ചെയ്യാൻ ചോദിക്കുമ്പോൾ പ്രിയം പറയണ്ടേ, സർ ഒരു സെക്കൻഡ് ഞങ്ങൾ സംസാരിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ട് പാർവതിനെ കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് പോവാണ്. ശേഷം പാർവതി അടുത്ത് പറയണ്ട്, പാർവതി നോക്ക്, നിന്റെ അവസ്ഥ എനിക്ക് നന്നായിട്ട് അറിയാം, ഞാൻ നിന്നോടൊരു കാര്യം പറയാം, പക്ഷേ ഈ കാര്യം നീ വേറെ ആരോടും പറയരുത്. എന്താ പ്രിയം ചേട്ടാ, എന്താ കാര്യം? അത് ഞാൻ എന്റെ വീടിന്റെ ആധാരം കൊടുക്കാം. അയ്യോ വേണ്ട പ്രിയം ചേട്ടാ, അങ്ങനെ വേണ്ട എന്ന് പാർവതി പറയുമ്പോൾ, നീ മിണ്ടാതിരിക്കെ, കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം, എന്തായാലും കുറച്ച് നാളത്തേക്കല്ലേ, അതിനുള്ളിൽ നിന്റെ വീടിന്റെ ആധാരോ പണയം വെച്ചൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അത് പണയം വെച്ചിട്ട് നമുക്ക് 10 ലക്ഷം രൂപ വേണമെങ്കിൽ എടുക്കാലോ, ഇപ്പൊ തൽക്കാലത്തേക്ക് എന്റെ വീടിന്റെ ആധാരം കൊടുക്കാം എന്ന് പറയാണ്. അപ്പൊ അമ്മയെ കാരണം പ്രശ്നമാവില്ലേ എന്ന് പാർവതി ചോദിക്കുമ്പോഴേക്കും പ്രിയം പറയുന്നുണ്ട്, അവരറിയാതെ നോക്കിയിട്ട് ഞാൻ എന്താ ചെയ്യാ, നീ ഇപ്പൊ ഈ കാര്യം ആർക്കും പറയണ്ടെന്ന് പറയണം. അങ്ങനെ പ്രിയൻ തന്നെ പ്രിയന്റെ വീട്ടിലെ ആധാരം എടുത്തിട്ട് അമ്മയൊന്നും അറിയാതെ ആ ആധാരം എടുത്ത് പണയം വെപ്പിച്ചിട്ട് 10 ലക്ഷം രൂപ നമ്മുടെ പാർവതിക്ക് കൊടുക്കാട്ടോ. അങ്ങനെ പാർവതിയുടെ വീട് ജപ്തിയാവാതെ നോക്കാണ്. അതേസമയം രുദ്രപ്രതാപനാണെങ്കിൽ പാർവതിയുടെ വീട്ടിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ വീടും സ്ഥലവും മേടിക്കാൻ ആളൊക്കെ ആയിട്ടുണ്ട്, ദേ ഒരു ദിവസവും കൂടി നിങ്ങളുടെ മുമ്പിലുള്ളൂ, ആ ദിവസത്തിൽ നിങ്ങൾ പൈസ തന്നില്ലെങ്കിൽ ഇയാളായിരിക്കും നിങ്ങളുടെ വീട് ഇനി നിങ്ങളുടെ പറമ്പും കാര്യങ്ങളൊക്കെ മേടിക്കാൻ പോണത്, ഇയാളായിരിക്കും എന്നിട്ട് ഒരാളെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ അത് കാണുമ്പോഴേക്കും നമ്മുടെ പാർവതിയുടെ ചേച്ചി ലക്ഷ്മി പറയുന്നുണ്ട്, നോക്ക് ഒരു ദിവസം സമയമില്ലേ, അതിനുള്ളിൽ പാർവതി 10 ലക്ഷം രൂപ ഒപ്പിച്ചു തരും എന്ന് ഉറപ്പ് കൊടുക്കുകയാണ് ലക്ഷ്മി. അതേസമയം നമ്മുടെ പാർവതിക്ക് വേണ്ടിയിട്ട് പ്രിയൻ 10 ലക്ഷം രൂപക്ക് തന്റെ വീടിന്റെ ആധാരം പണയം വെച്ചത് ആരും അറിയില്ല എന്നൊക്കെയാണ് പ്രിയൻ വിചാരിച്ചത്. പക്ഷെ തന്റെ അമ്മയും അനിയത്തേക്ക് അത് അറിയാട്ടോ. പ്രിയന്റെ അമ്മ അറിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാലോ. പിന്നെ ഒച്ചപ്പാടായി ബഹളമായി ആകെ പ്രശ്നങ്ങളായി, പ്രിയനെ വീട്ടിൽ നിന്ന് പുറത്താക്കലായി, അങ്ങനെ പല കാര്യങ്ങളൊക്കെ ആയിരിക്കും. എന്നാലും പ്രിയൻ തന്നെയാണ് പാർവതിയുടെ ഈ ഒരു വലിയ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണം കേട്ടോ, അല്ലാതെ കൈലാസൊന്നും അല്ല. പ്രിയൻ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്ത് പാർവതിയുടെ കൂടെ നിന്ന് എല്ലാം ചെയ്തു കൊടുത്ത് പാർവതിയുടെ വീടും അതുപോലെ തന്നെ പാർവതിയുടെ ആ പറമ്പും അവരുടെ അത്രയും വിലപ്പെട്ട പറമ്പും കാര്യങ്ങളൊക്കെ സേവ് ചെയ്യണത് പ്രിയം തന്നെയാണ് കേട്ടോ. എന്തായാലും കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.